ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 6ാം ക്ലാസ്സിലെ സുഗമ ഹിന്ദി പരീക്ഷ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇതിനു മുമ്പേ നമ്മൾ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ അടക്കം നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 2019 സുഗമ ഹിന്ദി പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ ആൻസറും ഇതിൽ പറയുന്നുണ്ട്. എല്ലാവരും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടാതെ നിങ്ങൾക്ക് സുഗമ ഹിന്ദി പരീക്ഷ എഴുതുന്നത് നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ നമുക്ക് 2 മണിക്കൂറാണ് സമയമുള്ളത്, പരീക്ഷയ്ക്ക് സമയം. പിന്നെ എല്ലാ എക്സാമും പോലെ 15 മിനിറ്റ് കൂൾ ഓഫ് ടൈമാണ്. അതേപോലെ 6 ആക്ടിവിറ്റീസ് ഉണ്ടാവും. അറിയാവുന്ന 5 ആക്ടിവിറ്റീസ് നിങ്ങൾ നല്ലവണ്ണം ആൻസർ ചെയ്യുക. ഫസ്റ്റ് ടേമും സെക്കൻഡ് ടേമെന്നാണ് കൂടുതൽ ചോദ്യങ്ങൾ വരിക. അപ്പോൾ അത് നല്ലവണ്ണം പഠിക്കുക. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. ആദ്യത്തെ ആക്ടിവിറ്റി കവിതാംശ പഠേ ഓരോ പ്രശ്നമൊക്കെ ഉത്തർ ലിഖിക്കുക. അപ്പോൾ ഈ കവിത വായിക്കുക, എന്നിട്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. സുന്ദർ ദേശ് ഹമാര ഹെ. സുന്ദർ ദേശ് ഹമാര ഹെ. നമ്മുടെ രാജ്യം വളരെ സുന്ദരമാണ്, മനോഹരമാണ്. ഹമേ ബഹുത്ത് പ്യാര ഹെ. നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ രാജ്യത്തെ. കൈസെ അച്ഛേ ഖേത്ത് രഹേ. നല്ല നല്ല വയലുകളുണ്ട്. അതേപോലെ ബാഗ് ഫലവും സെ ഖൂബ് വരെ. പൂന്തോട്ടങ്ങളും അതേപോലെ തന്നെ ഫലവൃക്ഷങ്ങളും കൊണ്ട് നിറഞ്ഞതാണ്. ഹം സബ് ഇസ്കെ ബച്ചേ ഹെ. നമ്മളെല്ലാവരും ഈ ഒരു രാജ്യത്തിൻ്റെ കുട്ടികളാണ്. ഓർ വചൻ കെ സച്ചേ ഹെ. സത്യത്തിൻ്റെ വക്താക്കളാണ്. അപ്പോൾ 3 ചോദ്യങ്ങളാണ് ഈ ഒരു ഇതിലുള്ളത്. ബഗീച്ച ഇസ് സമാനാർത്ഥ ശബ്ദ കവിതാസെ ചുൻകർ ലിഖിയെ. ഇപ്പോൾ ബഗീച്ച എന്ന് പറഞ്ഞാൽ എന്താണ്? പൂന്തോട്ടം, ചെടി അല്ലേ? പൂന്തോട്ടം എന്നാണ്. അതിന് സമാനമായ അർത്ഥം വരുന്ന ഒരു വേർഡ് ഈ ഒരു പോയത്തിലുണ്ട്. അപ്പം അത് കണ്ടുപിടിക്കാനാണ്. അപ്പോൾ ബഗീച്ച എന്ന് പറഞ്ഞാൽ ഗാർഡൻ. ഓക്കെ, അപ്പം ബാഗ് എന്ന് പറഞ്ഞാലും സെയിം മീനിങ് ആണ്. ബാഗ്, ബഗീച്ച, ബാഗ് എന്നൊക്കെ പറഞ്ഞാൽ ഒരേ മീനിങ് ആണ്. ഇനി അടുത്തത് കവിതാംശിക ആശയം ലിഖിക്കുക. കവിതയുടെ ആശയം എഴുതാനാണ്. ഇനി മൂന്നാമത്തേത് കവിതാംശികയിലെ ഉചിത് ശീർഷക് ദേ. അപ്പോൾ നമുക്ക് ശീർഷക് ടൈറ്റിൽ എന്ത് കൊടുക്കാം? ഹമാര ദേശ് എന്ന് കൊടുക്കാം അല്ലേ? ഹമാര ദേശ് എന്ന് കൊടുക്കാം. പിന്നെ ഇനി എഴുതേണ്ടത് കവിത ക ആശയം. ഇതിൻ്റെ ആശയം എഴുതാനാണ്. ഇസ് കവിത മേ ഹമാരെ ദേശ് കി സുന്ദരത കഹത്തെ ഹെ. അപ്പോൾ ഇതിലെന്താ പറയുന്നത്? നമ്മുടെ രാജ്യത്തിൻ്റെ സൗന്ദര്യമാണ്, മനോഹാരിതയാണ് ഈ ഒരു കവിതയിൽ പറയുന്നത്. അപ്പം നമുക്ക് ആദ്യത്തെ ഒരു വേർഡിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. ഹമാര ദേശ് സുന്ദർ ഹെ. അപ്പോൾ നമുക്ക് സുന്ദർ ദേശ് ഹമാര എന്നുള്ളത് നമുക്ക് എങ്ങനെ ചെയ്താൽ ഹമാര ദേശ് സുന്ദർ ഹെ. നമ്മുടെ രാജ്യം മനോഹരമാണ്. ഹം ദേശ് കോ ബഹുത്ത് പ്യാർ കർത്താ ഹെ. അപ്പോൾ ഇവിടെ രണ്ടാമത്തെ സെൻറ്റൻസ് എന്താണ്? ഹമേ ബഹുത്ത് പ്യാര ഹെ. നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് നമ്മൾ എങ്ങനെ തിരിച്ചെഴുതി? ഹമാര ദേശ് സുന്ദർ ഹെ, ഹം ദേശ് കോ ബഹുത്ത് പ്യാർ കർത്താ ഹെ. നമ്മുടെ രാജ്യത്തെ വളരെയധികം സ്നേഹിക്കുന്നു. ഹമാര ദേശ് അച്ഛേ ഖേത് ഓർ ബാഗ് ഫലം സെ ഖൂബ് ഭർത്താ ഹെ. നമ്മുടെ നാട്ടിൽ എന്തുണ്ട്? നമ്മുടെ രാജ്യത്ത് എന്തുണ്ട്? നല്ല നല്ല ഖേത്തും അതേപോലെ ബാഗ് ഫലവും സെ നിറഞ്ഞതുമാണ്. ചെടികളും അതേപോലെ തന്നെ ഫലവൃക്ഷങ്ങളും വയലുകളും നിറഞ്ഞതാണ് നമ്മുടെ രാജ്യം. ഹം സബ് ഇസ്കെ ബച്ചേ ഹെ ഓർ വചൻ കെ സച്ചേ ഹെ. അപ്പോൾ നമ്മൾ ആ കവിതയിലുള്ളത് അതേപോലെ എടുത്തെഴുതാതെ കുറച്ച് സെൻറ്റൻസ് രൂപത്തിൽ എഴുതി നമ്മൾ എഴുതുക. ഓക്കെ, വളരെ എളുപ്പമുള്ള 3 ചോദ്യങ്ങളാണ്. അപ്പോൾ ബഗീച്ച ഈ സമാനാർത്ഥ ശബ്ദ കവിതാസ്യ ചുൻകർ ലിഖിയെ. അപ്പോൾ നമ്മൾ ബാഗ് എന്ന് എഴുതി, പിന്നെ കവിതയുടെ ആശയം എഴുതി, അതേപോലെ തന്നെ കവിതയ്ക്ക് ഒരു ടൈറ്റിൽ കൊടുക്കാൻ. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ ചന്ദാ മാമയെക്കുറിച്ചായിരുന്നു, ഒരു കവിതയായിരുന്നു. അപ്പോൾ ടൈറ്റിൽ എന്ന് എഴുതി നമ്മൾ ചന്ദാ മാമ എന്ന് എഴുതി. അപ്പോൾ ഇതേപോലെ ഈ ചോദ്യത്തിൽ എന്താണ്? നമ്മുടെ ദേശത്തെക്കുറിച്ചാണ്, നമ്മുടെ രാജ്യത്തെക്കുറിച്ചാണ് ഇത് പറയുന്നത്. അപ്പോൾ സുന്ദർ ദേശ് എന്നോ അല്ലെങ്കിൽ ഹമാര ദേശ് എന്നോ ഒക്കെ നമുക്ക് എഴുതാം. നമുക്ക് അടുത്ത ആക്ടിവിറ്റി നോക്കാം. അടുത്തതൊരു പദസൂര്യനാണ്. നോക്കാം. ബാരിഷ് കെ ആനെ പർ പ്രകൃതി മേ ക്യാ ക്യാ ബദലാവ് ആത്തെ ഹെ. പദസൂര്യ കെ ആധാർ പർ വിവരൺ തയ്യാർ കരുത്. അപ്പോൾ നമ്മുടെ ബാരിഷ് വരുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണെന്ന് നമുക്കറിയാം. ബച്ചേ, ഡണ്ടി, ഹവ, ഖേത്ത്, ധർത്തി, ജീവ്, ജന്തു, പേഡ്, പൗത്ത് ഇത്രയും തന്നിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊരു വിവരണം ഉണ്ടാക്കാനാണ്. ഇനി രണ്ടാമത്തെ ചോദ്യം സഹി ഉത്തർ. ഇതിൽ 2 വേർഡ്സ് ഉണ്ട്, 2 സെൻറ്റൻസ് ഉണ്ട്. അപ്പോൾ ഇതിലേതാ ശരിയുള്ളതെന്ന് നമ്മളോട് എഴുതാനാണ്. ധർത്തി കെ സബി ജീവ് ജന്തുക്കോ പാനി കി സരൂരത് ഹെ.
ഭൂമിയിലെ ധർത്തി എന്ന് പറഞ്ഞാൽ എന്താ ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങൾക്കും എന്തിൻ്റെ ആവശ്യമാണ്? വെള്ളത്തിൻ്റെ ആവശ്യമാണ്. പാനി വെള്ളം ജരൂരത്ത് എന്ന് പറഞ്ഞാൽ ആവശ്യമാണ്, വെള്ളം ആവശ്യമാണ്. രണ്ടാമത്തെ സെൻറ്റൻസ് എന്താണ്? ധർത്തി കെ സബി ജീവ് ജന്തുക്കോ പാനി കി ജരൂരത്ത് നഹി ഹെ. പാനിയുടെ ആവശ്യമില്ലാന്ന്. അപ്പോൾ ഇതിൽ കറക്റ്റ് ഏതാണ്? ഫസ്റ്റ് വണ്ണാണ്. എല്ലാവർക്കും എന്ത് വേണം? വെള്ളം വേണം. ധർത്തി കെ സബി ജീവ് ജന്തുക്കോ പാനി ഹി ജരൂരത്ത് ഹെ എന്ന് പറയുന്നത്. ചോദ്യം, മഴ വന്നാൽ പ്രകൃതിയിൽ എന്തൊക്കെയാണ് മാറ്റങ്ങൾ വരുന്നതെന്നാണ്. അപ്പോൾ അതിനെക്കുറിച്ചൊരു വിവരണം എഴുതാനാണ്. बारिश के आने पर बादल गरजता है और बिजली चमकती है. सारे जीव जंतुओं के मन खुश हो जाता है. എല്ലാ ജീവജാലങ്ങളുടെയും മനസ്സ് വളരെ സന്തോഷം നിറയുന്നു. താലാബേം കുവേ നദിയോം ഓർ ചർനെ പാനി സെ ഭർ ജാത്ത ഹെ. എല്ലാ സ്ഥലത്തും വെള്ളം നിറയുകയാണ്. താലാബ് എന്ന് പറഞ്ഞാൽ എന്താണ്? കുളം. കുവ എന്ന് പറഞ്ഞാൽ കിണർ. അങ്ങനെ എല്ലാ സ്ഥലത്തും വെള്ളം നിറയുകയാണ്. ചാരോം ഓർ ഹരിയാലി ചാജാത്തി ഹെ. പിന്നെ എല്ലാ സ്ഥലത്തും പച്ചപ്പ് നിറയുകയാണ്. സാരെ ഖേത്ത് ഫസലോം സെ ഭരേ ജാത്തേ ഹെ. എല്ലാ ഖേത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? വയലും ധാന്യങ്ങൾ കൊണ്ട് നിറയുകയാണ്. ഫസലോം സെ ഭർ ജാത്ത ഹെ എന്ന് പറഞ്ഞാൽ ധാന്യങ്ങൾ കൊണ്ട് നിറയുകയാണ്. സാരെ ഖേത്ത് ഫസലോം സെ ഭർ ജാത്ത ഹെ. മേട്ടക് എന്ന് പറഞ്ഞാൽ എന്താ? തവള, മച്ഛലി, മീൻ ജൈസെ ജൽ ജീവിയോം പേട് പൗധെ സബ് ഖുഷ് ഹോ ജാത്തെ ഹെ. അപ്പോൾ ആരൊക്കെയാണ് സന്തോഷമുള്ളവരാകുന്നത്? തവള, മീൻ, അതേപോലെ തന്നെ മരങ്ങൾ, ചെടികൾ എല്ലാം സബ് ഖുഷ് ഹോത്തെ ഹെ. എല്ലാവരും സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുകയാണ്. ഇസ് പ്രകാർ ബാരിഷ് കാ അനുഭവ് സിർഫ് മാനവ് കെ ലിയെ ഹി നഹി പൂരി ധർത്തി കെ ലിയെ സുഹാന ഹോത്താ ഹെ. ഇത് അതായത് ബാരിഷ് എന്ന് പറയുന്നത്, മഴ എന്ന് പറയുന്നത് സിഫ് മാനവ് കെ ലിയെ ഹി നഹി, മനുഷ്യന് മാത്രമല്ല. മാനവ് എന്ന് പറഞ്ഞാൽ മനുഷ്യന് മാത്രമല്ല, നെഹി പൂരി ധർത്തി കെ ലിയെ മുഴുവൻ ഭൂമിക്കും സുഹാന ഹോത്താ ഹെ, വളരെ സന്തോഷമുള്ളതാകുന്നു. ബാരിഷ് വരുമ്പോൾ ഭൂമിയിലുണ്ടാകുന്ന മാറ്റങ്ങളാണ്. ബാരിഷ് കെ ആനെ पर बादल गरजता है और बिजली चमकती है. सारे जीव जंतु के मन खुश हो जाते हैं. तालाबें, कुएं, नदियाँ और झरने पानी से भर जाते हैं. चारों ओर हरियाली छा जाती है. सारे खेत फसलों से भरे जाते हैं. मेंढक, मछली जैसे जल जीवियों, पेड़ पौधे सब खुश होता है. എല്ലാ ജീവജാലങ്ങൾക്കും ഭയങ്കര സന്തോഷമാണ്. इस प्रकार बारिश का अनुभव सिर्फ मानव के लिए ही नहीं. മാനവ് അതായത് മനുഷ്യന് മാത്രമല്ല, ഭൂമിയിൽ മുഴുവനും മഴ സന്തോഷം തരികയാണ്. ഓക്കെ, അപ്പം നമുക്ക് അടുത്ത ആക്ടിവിറ്റി നോക്കാം. സമാജ പഠയ ഓർ പ്രശ്നങ്ങൾക്ക് ഉത്തരം. ഇതൊരു പത്രവാർത്തയാണ്. ഇത് വായിച്ചിട്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാനാണ്. കോട്ടയം, പിछले एक महीने से हो रहे सैलाब में कोटयम जिला पानी में डूब गया है. പിछലെ ഏക്ക് മഹീനെ, പിछലെ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഒരു മാസക്കാലമായി. സൈലാബ് എന്ന് പറഞ്ഞാൽ എന്താണ്? സൈലാബ് എന്ന് പറഞ്ഞാൽ വെള്ളപ്പൊക്കം. കോട്ടയത്ത് എന്താണ്? വെള്ളപ്പൊക്കമാണ്. അത് വെള്ളം മുഴുവനും പാനിമേ ഡൂബ് രഹാ ഹെ എന്ന് പറഞ്ഞാൽ പാനിയിൽ മുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഡൂബ് ഗയ എന്ന് പറഞ്ഞാൽ മുങ്ങിക്കൊണ്ടിരിക്കുക. അപ്പോൾ കോട്ടയം ജില്ല വെള്ളപ്പൊക്കം കൊണ്ട് വെള്ളത്താൽ മുങ്ങിക്കിടക്കുകയാണ്. ലോകോങ്കോ ബച്ചാനേക്ക് കാം ഖത്തം ഹോ ചുക്കാ പൂരി ഖേത്തി പഠിക്കാൻ നാശുഹാത്ത. അപ്പോൾ എല്ലാവരുടെയും ലോകോങ്കോ ബച്ചാനെ, മനുഷ്യന്മാരെയൊക്കെ ആളുകളെയൊക്കെ രക്ഷിച്ചു. ബച്ചാനെയൊക്കെ ഖത്തം ഹോ ചുക്കാ ഹെ. അതേപോലെ തന്നെ കൃഷി ഒക്കെ നശിച്ചു പോയി. അപ്പോൾ ആദ്യത്തെ ചോദ്യം ഇതാണ്, സമാചാർ വിഷയ ക്യാ ഹെ? ഈ പത്രവാർത്തയുടെ വിഷയം എന്താണ്? നമ്മൾ ആദ്യത്തെ സെൻറ്റൻസിൽ തന്നെ അറിയാം എന്താണ് വിഷയം. സേലാബ്, വെള്ളപ്പൊക്കം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തെഴുതാം? സൈലാബ് എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ സമാചാർ കാ വിഷയ ക്യാ ഹെ എന്നുള്ളിടത്ത് നമുക്ക് എന്താക്കാം? സൈലാബ് ഹെ എന്ന് എഴുതാം. എന്താണ് സമാചാർ കാ വിഷയ? സൈലാബ് ഹെ. ചോദ്യത്തിൻ്റെ ഉത്തരമൊക്കെ ചോദ്യത്തിൽ തന്നെ ഉണ്ട്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച് വായിക്കണം. ഘടന കഹാ ഹുയേ, ഘടന കഹാ ഹുയേ. ഈ സംഭവം, ഘടന എന്ന് പറഞ്ഞാൽ സംഭവം. ഈ സംഭവം എവിടെയാണ് ഉണ്ടായതെന്ന്. അപ്പോൾ നമ്മൾ ഹിന്ദി നല്ലോണം മനസ്സിലാക്കണം. നമുക്ക് എളുപ്പത്തിൽ ആൻസർ എഴുതാൻ കഴിയും. ഘടന കഹാ ഹുയേ എന്ന് വെച്ചാൽ എവിടെ സംഭവിച്ചത്? കോട്ടയം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ? ഘടന കോട്ടയം മേ ഹുവ. ഘടന കോട്ടയം മേ ഹുവ.
ओके इन्हें അടുത്തത് सैलाब जैसी प्राकृतिक दुर्घटनाएं मनुष्य के कारण होते हैं इसलिए प्रकृति की रक्षा करने का हमारा कर्तव्य है അപ്പോൾ പ്രകൃതിയെ രക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ കർത്തവ്യമാണ് പ്രകൃതി സംരക്ഷണ का പോസ്റ്റർ തയ്യാർ करें അപ്പോൾ പ്രകൃതി സംരക്ഷണത്തെക്കുറിച്ച് ഒരു പോസ്റ്റർ തയ്യാറാക്കാനാണ് ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോ ചെയ്തതാണ് ഓക്കെ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം അടുത്തത് നാലാമത്തെ ആക്ടിവിറ്റി അധ്യാപിക എന്നെ കക്ഷാമിൽ എന്നെ ഉല്ലു की प्यार की कहानी പഠി അപ്പോൾ അധ്യാപിക എന്താണ് എന്നെ ഉല്ലു അമ്മ ഉല്ലുവിൻ്റെ പാഠഭാഗം പഠിപ്പിച്ചു घर में आते ही मीना अपनी माँ से कहानी के बारे में बताने लगी അപ്പോൾ വീട്ടിൽ വന്നപ്പോൾ മീന അവളുടെ അമ്മയോട് ഇതിനെപ്പറ്റി പറയാണ് മാ और मीना के साथ വാർത്താലാപ് തയ്യാർ കരെ അവർ തമ്മിലുള്ള കോൺവെർസേഷൻ എഴുതാനാണ് പറഞ്ഞത് बेटी आज इतना खुश क्यों है നീ എന്താ ഇത്ര സന്തോഷം നിനക്കെന്താ ഇത്ര സന്തോഷം എന്ന് അമ്മ ചോദിക്കുകയാണ് അപ്പോൾ എന്താ പറയുന്നത് കുട്ടി എന്താ പറയുന്നത് കുട്ടി പറയാം ഹാ മേ ബഹുത്ത് ഖുഷ് ഹൂ മാ ഞാൻ വളരെ സന്തോഷത്തിലാണ് പറയാണ് ഞാൻ അന്ന് വളരെ സന്തോഷത്തിലാണ് അപ്പോൾ ചോദിക്കുകയാണ് അമ്മ ക്യാ ബാത്ത് ഹേ എന്താ കാര്യം ആജ് മേ അമ്മ ഉല്ലു ഓർ നന്ന ഉല്ലു ക ഹിന്ദി കഹാനി സീക്ക ഞാൻ ഇന്ന് അമ്മ ഉല്ലുവിൻ്റെയും നന്ന ഉല്ലുവിൻ്റെയും കഥയാണ് പഠിച്ചത് ആജ്മി അമ്മ ഉല്ലു ഓർ നന്ന ഉല്ലു ക കഹാനി സീക്ക അപ്പോൾ അമ്മ പറയാം അച്ഛാ ഓ ശരി അപ്പോൾ അമ്മ ചോദിക്കാണ് അമ്മ മുझे कितने प्यार करते हैं എന്നെ എത്ര നിങ്ങൾ സ്നേഹിക്കുന്നുണ്ട് അമ്മ അപ്പോൾ മീന പറയാം ബഹുത്ത് हाँ मैं നന്ന ഉല്ലിക്ക് തരാം ബഹുത്ത് പ്യാർ കർത്താ ഞാൻ നന്ന ഉല്ലിനെ പോലെ വളരെയധികം സ്നേഹിക്കുന്നു നീ വാക്യക്ക് പൂർത്തിയാൻ നന്ന ഉല്ലു സവാൽ പൂച്ചിനെ ലഗ അമ്മ ഉല്ലു ഉത്തർ ദേനെ ലഗി ഓക്കെ നന്ന ഉല്ലു സവാൽ പൂച്ചിനെ ലഗ അമ്മ ഉല്ലു ഉത്തർ ദേനെ ലഗി ഓക്കെ ഇങ്ങനെ എഴുതാം ലഗി ഇവിടെ ലഗിന്ന് കൂട്ടിച്ചേർത്താൽ മതി ഇനി അടുത്തത് എന്താണ് അടുത്ത ആക്ടിവിറ്റി നോക്കൂ ഇത് നിങ്ങൾക്ക് ഈ കഥ മനസ്സിലായിണ്ടാവല്ലോ അല്ലേ നമുക്കിതൊന്ന് വായിച്ചു നോക്കാം ചിത്രകഥയ്ക്ക് അനുസാർ വാക്യൊക്കെ ക്രമബന്ധ ഖർക്കയിലിരിക്കും അപ്പോൾ ഇത് ഒരു ഓർഡർ തെറ്റിച്ചിട്ടാണ് കൊടുത്തത് ഇതിൻ്റെ കഥ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എലീൻ്റെയും അതേപോലെ സിംഹവും എലി സിംഹത്തെ രക്ഷിച്ച കഥ എല്ലാവർക്കും അറിയാം അപ്പോൾ നമുക്ക് ഒന്ന് വായിച്ചു നോക്കാം शेर ने गुस्से से चूहा को पकड़ लिया फिर दया करके छोड़ लिया ഷേർ ने गुस्से से चूहे को पकड़ लिया ഷേർ എന്ന് പറഞ്ഞാൽ ആരാണ് സിംഹം ദേഷ്യത്തിൽ എലിയെ പിടിച്ചു ചൂഹേക്കോ പക്കട എലിയെ പിടിച്ചു ഫിർ ദയാ കർക്കെ ചോട് ദിയ പിന്നെന്ത് ചെയ്തു വിട്ടയച്ചു ദയ തോന്നി വിട്ടയച്ചു ചൂഹേനെ ജാൽക്കോ കാഡ്കർ ഷേർ കി രക്ഷാക്കി ചൂഹേനെ എലി എന്ത് ചെയ്തു ജാൽ എന്ന് പറഞ്ഞാൽ വല നെറ്റ് കാഡ്കർ എന്ന് പറഞ്ഞാൽ കട്ട് ചെയ്യുക മുറിക്കുക നെറ്റ് മുറിച്ച് ഷേർ കി രക്ഷാക്കി ഷേർ എന്ന് പറഞ്ഞാൽ സിംഹത്തെ രക്ഷിച്ചു ഏക് ചൂഹ ഷേർ കെ ഊപ്പർ കിഴ ഒരു എലി സിംഹത്തിന് മേലെ വീണു ഏക് ദിൻ ഷേർ ശിക്കാരി കെ ജാൽ മേ ഫസ് ഗയ ഒരു ദിവസം സിംഹം വേട്ടക്കാരൻ്റെ വലയിൽ കുടുങ്ങിപ്പോയി അപ്പോൾ നമുക്ക് ഇതൊക്കെ മനസ്സിലായല്ലോ നിങ്ങൾക്ക് ഇനി ഏതിനൊക്കെ യോജിക്കാൻ നോക്കാം അപ്പോൾ ആദ്യത്തേത് ഷേറിൻ്റെ മേലെ എലി വീണു അപ്പോൾ അത് ഏതാണ് പറയുന്നത് ഇതാണ് പറയുന്നത് ഏക് ചൂഹ ഷേർ കെ ഊപ്പർ ഗിര ഓക്കെ പിന്നെ ദേഷ്യം തോന്നി പക്ഷേ ദയ തോന്നി വിട്ടയക്കാണ് ചെയ്തത് അത് ഇതാണ് ഫസ്റ്റ് സെൻറ്റൻസ് ഷേർ ने गुस्से से चूहे को पकड़ लिया फिर दया करके से छोड़ दिया പിന്നെ ദയ തോന്നി വിട്ടയച്ചു മൂന്നാമത്തെ എന്താണ് നെറ്റിൽ പെട്ടു അപ്പോൾ എന്താ ചെയ്തത് ഏക് ദിൻ ഷേർ ശിക്കാരി കെ ജാൽ മേ ഫസ് ഗയ ഒരു ദിവസം വേട്ടക്കാരൻ്റെ വലയിൽ കുടുങ്ങിപ്പോയി ശിക്കാരി എന്ന് പറഞ്ഞാൽ വേട്ടക്കാരൻ ഓക്കെ ഇനി അടുത്ത എന്താണ് ചൂഹേനെ ജാൽ കോ കാഡ്കർ ഷേർ കി രക്ഷാക്കി ചൂഹ എന്ത് ചെയ്തു ജാൽ കോ കാഡ്കർ നെറ്റ് മുറിച്ച് ഷേറിനെ രക്ഷപ്പെടുത്തി അപ്പോൾ ഇത് നാലും ക്രമത്തിൽ എഴുതിയാൽ ഈ ആക്ടിവിറ്റീൻ്റെ ഫുൾ മാർക്ക് നിങ്ങൾക്ക് കിട്ടി കഹാനിക്ക് ലിയെ ഉചിത് ശിക്ഷ ടൈറ്റിൽ നൽകാലോ ചൂഹ ഓർ ഷേർ എന്ന് നമുക്ക് കൊടുക്കാം ഓക്കെ ഇനി അടുത്ത ആക്ടിവിറ്റി നോക്കാം അടുത്ത ആക്ടിവിറ്റി എന്താണ് ഇത്
ഇത് പൂരിപ്പിക്കാനാണ്, പദപ്രശ്നം പൂരിപ്പിക്കാനാണ്. അപ്പോൾ ആദ്യത്തെ എന്താണ്, ഇതെന്താണ്, ഖർഗോഷ്. അപ്പോൾ നമുക്ക് എന്താ അവിടെ എഴുതാം, ഖർഗോഷ് എന്ന് എഴുതാം. ഖർഗോഷ്. ഓക്കെ, ആദ്യത്തെ എന്താണ്, ഖർഗോഷ്, അതായത് മുയൽ. പിന്നെ അടുത്ത എന്താണ്, രണ്ടാമത്തേത് മച്ചിലി. മച്ചിലി നമുക്ക് ഇങ്ങനെ എഴുതാം. ഓക്കെ, മച്ചിലി. രണ്ടാമത്തെ എന്താണ്, മച്ചിലി. ഓക്കെ, മച്ചിലി. മൂന്നാമത്തേത് തവളയാണ്. തവളയ്ക്ക് നമുക്ക് എന്തെഴുതാം, മേട്ടക്ക്. എഴുതാം, മേട്ടക്ക്. ഓക്കെ, മൂന്നാമത്തേത് മേട്ടക്ക്. ഓക്കെ, അത് നമ്മൾ ഇവിടെ എഴുതി. നാലാമത്തേത് ആരാണ്, ബന്ദർ. നമുക്ക് എങ്ങനെ എഴുതാം, ബന്ദർ. ഓക്കെ, നാലാമത്തെ ബന്ദർ. ഓക്കെ, മങ്കി. അഞ്ചാമത്തേത് ആരാണ്, ആടിനെന്താ പറയുക, ബക്കരി. ഓക്കെ, എന്താ ആടിന് പറയുക, ബക്കരി. ഓക്കെ, ഒന്നുകൂടി പറയാം. ഇത് ഖർഗോഷ്, ഇത് മച്ചിലി, ഇത് മേട്ടക്ക്, ഇത് ബന്ദർ, ഇത് ബക്കരി. ബക്കരി എന്ന് പറഞ്ഞാൽ ആട്, ബന്ദർ എന്ന് പറഞ്ഞാൽ മങ്കി, മേട്ടക്ക് എന്ന് പറഞ്ഞാൽ തവള, മച്ചിലി എന്ന് പറഞ്ഞാൽ മീൻ, ഖർഗോഷ് എന്ന് പറഞ്ഞാൽ ആരാണ്, മുയൽ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ.